അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7 മുതൽ ഉള്ള വചനങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഓരോ സഭയ്ക്കും അതതിൻ്റേതായ വിശേഷതകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ മനസ്സിലാക്കേണ്ടതിന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. റോമിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രത്യേകത, അവരുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരുന്നു എന്നുള്ള വസ്തുതയാണ്. റോമാലേഖനത്തിൽ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ബെരോവായിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ബെരോവായിലുള്ള വിശ്വാസികൾ തെസലോനിക്കയിലുള്ള വിശ്വാസികളെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം ദിനം പ്രതി തിരുവെഴുത്തുകളെ അവർ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു പോന്നവരാണ്. ഫിലിപ്പിയിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ മാത്രമല്ലാതെ മറ്റൊരു സഭയും കൂട്ടായ്മ കാണിച്ചിട്ടില്ല. ഫിലിപ്പിയ സഭയുടെ പ്രത്യേകത അതായിരുന്നു, ദൈവദാസന്മാർക്ക് ഭൗതികമായി കൂട്ടായ്മ കൊടുക്കുന്ന സഭ. തെസലോനിക്ക സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും തെസലോനിക്ക സഭ മാതൃകയായിട്ട് തീർന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്ന കൊരിന്ത്യ സഭയുടെ വിശേഷത എന്താണ്? കഴിഞ്ഞ ദിവസത്തെ വചനപഠനത്തിൽ നിന്ന് നാം മനസ്സിലാക്കി, അവർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ അത് മാത്രമല്ല, ഇന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് അവർ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരായിരുന്നു. അളവ് കൂടാതെയാണ് ദൈവം കൃപാവരങ്ങളും കൃപകളും തനിക്കിഷ്ടമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായിട്ട് ദൈവമാണ്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിൻ്റെ അളവിനൊത്തവണ്ണമാണ് ദൈവം തൻ്റെ ദാനങ്ങൾ പകുത്തു കൊടുക്കുന്നത്. അതിലേറ്റക്കുറച്ചിലുണ്ടാവാം. എന്നാൽ ഇന്നത്തെ ആത്മീയ സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ വരങ്ങൾ, കൃപാവരങ്ങൾ, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ, ഇത് രണ്ടും രണ്ടാണ്. കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയാണ്. ആശ്വാസത്തിനും ഗുണീകരണത്തിനും ഒക്കെ വേണ്ടി ദൈവം പകർന്നു കൊടുത്തിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ വരേണ്ടതിന്, വീര്യപ്രവൃത്തികൾ ചെയ്യുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുമൊക്കെ ദൈവം കൃപാവരങ്ങൾ അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അളവിനൊത്തവണ്ണം പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. കൃപാവരങ്ങൾ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി ഒരാത്മീകൻ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇന്ന് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്, അന്യഭാഷ പറയുന്നവർ, പ്രവചിക്കുന്നവർ, വീര്യപ്രവൃത്തി ചെയ്യുന്നവർ, അവർ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട്, അവർക്കൊക്കെ ഒത്തിരി കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ആത്മീകനായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ധാരണ നമ്മൾ വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. ആത്മീകരായ ആളുകളെന്ന് നമ്മൾ ധരിക്കുന്ന കൃപാവരങ്ങൾ ഉള്ളവരുടെ ജീവിതം പഠിച്ചാൽ, അവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായ ഫലങ്ങൾ പരിശോധിച്ചാൽ അവരെ ആത്മീകരാണെന്ന് വിളിക്കുവാൻ കഴിയത്തില്ല. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്തിലെ സഭയിൽ പൗലോസ് പറയുന്നു, നിങ്ങളെ ആത്മീകരായിട്ട് എനിക്ക് എണ്ണുവാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈർഷ്യയും ശാഠ്യവും പിണക്കവുമുണ്ട്. ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനും അപ്പല്ലോസിൻ്റെ പക്ഷക്കാരനും കേഫാവിൻ്റെ പക്ഷക്കാരനും എന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ദുർനടപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങളിൽ ചിലർ ദുർനടപ്പുകാരാണ്. ആത്മീയതയുടെ അളവുകോലല്ല ഒരിക്കലും കൃപാവരങ്ങൾ. ആത്മാവിൻ്റെ ഫലമാണ് ഒരു വ്യക്തി ആത്മീകനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ മുമ്പിലുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്.
ആത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യലേഖനത്തിലുണ്ട്. സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും പരോപകാരവും ഇന്ദ്രിയജയവും. അങ്ങനെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തവരാണെങ്കിൽ ആത്മീകരുടെ കൂട്ടത്തിൽ ദൈവത്തിന് നമ്മളെ എണ്ണുവാൻ കഴിയത്തില്ല. ഇതൊന്നുമില്ലെങ്കിലും കൃപാവരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ ഒടുക്കത്തെ നാളിൽ നാം ദുഃഖിക്കേണ്ടി വരും. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, നിങ്ങൾ എൻ്റെ നാമത്തിൽ വിവിധങ്ങളായ വീര്യപ്രവൃത്തികൾ ചെയ്തു, പക്ഷേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, കാരണം നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് കൊരിന്തിലെ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരു സഭയാണ്. ഇത് രണ്ടും സഭയ്ക്ക് ആവശ്യമാണെങ്കിലും നാം ആഗ്രഹിക്കേണ്ടത് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. ആത്മാവിൻ്റെ ഫലങ്ങളില്ല എങ്കിൽ നാം ഏതുമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കൃപാവരങ്ങളെക്കാൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്കേവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേറെ സങ്കേതമില്ലേ എനിക്കാശ്രയം നീതാൻ, നാഥ കൈവെടിയല്ലേ, കാത്തുരക്ഷിക്ക സദാ. കർത്താ നീ എന്നാശ്രയം, തൃപ്പാദം എൻ ശരണം. നിൻ ചിറകിൻ കീഴെന്നും ചേർത്തു